പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് കാരൻ ആസ്ട്രോങ്. അതീവ ഭംഗിയുള്ളൊരു കൗശലമുണ്ട് ആ എഴുത്തിലെല്ലാം. കുറച്ചുകാലം കന്യാസ്ത്രീയായിരുന്നു അവർ. പിന്നീട് മഠം ഉപേക്ഷിച്ചെങ്കിലും സ്നേഹത്തോടെ മാത്രമേ അവർ ആ കാലത്തെ ഓർക്കാറുള്ളൂ. സ്നേഹത്തോടെയും കരുണയോടെയും വിയോജിക്കണമെങ്കിൽ കുലീനമായൊരു മനസ്സ് വേണം. കരുണാർദ്രമായ ജീവിതത്തിലേക്ക് 12 ചുവടുകൾ എന്ന പുസ്തകത്തിൽ കാരൻ ഒരു സംഭവം പറയുന്നുണ്ട്. വൃദ്ധയായ ഒരു കന്യാസ്ത്രീയെ കാണാൻ പോയതായിരുന്നു കാരൻ. തീരെ വയ്യ അവർക്ക്. മരണത്തെ കാത്തുകിടക്കുന്ന പോലെയാണ് ഓരോ വാക്കും. അധികം ആരോടും സംസാരിച്ചില്ലെങ്കിലും കാരൻ്റെ കൈ പിടിച്ച് ഒരു വാക്കു പറഞ്ഞു. എല്ലാവരും പറഞ്ഞത് നീ ഒരു പ്രശ്നക്കാരിയാണെന്ന്, പക്ഷേ നീ ഒരു നല്ല കുട്ടിയാണ്. എനിക്കത് നന്നായി അറിയാം. കാരൻ എഴുതുന്നു, ആ അമ്മയുടെ വാക്കുകൾ കുറച്ചൊന്നുമല്ല എനിക്ക് ധൈര്യം തന്നത്. പറഞ്ഞയുടനെ അവരതൊക്കെ മറന്നിരിക്കാം. പക്ഷേ ചെറിയൊരാ വാക്ക് എൻ്റെ കൂടെ പോന്നു. നിങ്ങൾക്കറിയോ, മനസ്സ് വല്ലാതെ തളർന്നു പോകുമ്പോഴെല്ലാം ആ ഒറ്റ വാക്കിൽ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. മരണത്തിൻ്റെ വക്കിലെത്തിയ ഒരാൾ എനിക്കു നൽകിയ ധൈര്യമുള്ളൊരു ഓർമ്മയാണത്. ഒരു മനുഷ്യനെങ്കിലും അങ്ങനൊരു ഓർമ്മ സമ്മാനിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ലേ? വേഡ്സ്വർത്തിൻ്റെ ചെറിയൊരു കവിത കൊണ്ടാണ് കാരൻ എഴുത്തു ചുരുക്കുന്നത്. ഒരു നാളും മാഞ്ഞു പോകാത്ത ഒരു നിമിഷമെങ്കിലും ബാക്കിയാക്കാൻ നമുക്ക് കഴിയട്ടെ. ഒന്ന് മനസ്സ് വെച്ചാൽ ആർക്കാണതിനു കഴിയാത്തത്? ഒരുപാട് മനുഷ്യർക്ക് സഹായങ്ങളുമായി ഓടി നടക്കുന്നൊരു സുഹൃത്തുണ്ട്. അവൻ പറഞ്ഞൊരു വാക്ക് എപ്പോഴും ഓർമ്മയിലുണ്ട്. എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന ചിന്തയില്ലാതെ പ്രവർത്തിക്കാൻ മനസ്സു നൽകണേ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ കർമ്മങ്ങൾ മഹത്തായ കർമ്മങ്ങളായി മനുഷ്യരോർക്കും. നല്ലൊരു വാക്ക്, ഒരു പുഞ്ചിരി, ഒരു അഭിനന്ദനം, ദയാപൂർവമുള്ള കേട്ടിരിക്കൽ, കണ്ടറിഞ്ഞുള്ളൊരു സഹായം, അതൊക്കെ മതിയാകും മറക്കാത്തൊരു മുഖമായി നമ്മൾ ബാക്കിയാവാൻ. എപ്പോൾ തീർന്നു പോകുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത ഓട്ടമാണ് ഈ ജീവിതം. ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്ന ഒരേയൊരു സമ്മാനം. സന്തോഷത്താൽ കണ്ണു നനയുന്ന ഓർമ്മയായി ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിലെങ്കിലും നമ്മളങ്ങനെ ബാക്കിയാകട്ടെ. അസ്തമയത്തിനു മുമ്പുള്ള ഇളം ചൂടുള്ളൊരു വൈകുന്നേരമല്ലേ നമ്മുടെ ഈ ആയുസ്.